ഇൻറ്റിഗ്രേറ്റേഴ്സ് ഇൻകമിൻ്റെ നമ്മുടെ ഫസ്റ്റ് ഇൻകം വരുന്നത് വർക്കിംഗ് ഇൻകം എന്നുള്ള ഇൻകമാണ്. അപ്പോൾ വർക്കിംഗ് ഇൻകംനകത്തിൽ നമുക്ക് നെയിം സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് ഇൻകം ഉണ്ടാക്കുന്നതിനാണ് വർക്കിംഗ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ ടാസ്ക് മന്ദിരം നമുക്കിപ്പോൾ നിലവിൽ കുറച്ച് വർക്കുകൾ ഇവിടെ തന്നിട്ടുണ്ടല്ലേ. ലേൺ ആൻഡ് ഏൺ, ഡൈനമിക്, നിലവിലുള്ള വർക്കുകൾ നമുക്കറിയാം. ലേൺ ആൻഡ് ഏൺ ഉണ്ട്, ഡൈനമിക് ഉണ്ട്, ആഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ വെരിഫൈ ആൻഡ് ഏൺ ഉണ്ട്. ഇത്രയും ടാസ്കുകൾ ചെയ്ത് ഏർണിങ്സ് ഉണ്ടാക്കുന്നതിനാണ് നമുക്ക് വർക്കിംഗ് ഇൻകംനകത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തിൽ ഫ്രീ രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കമ്പനി 2 TV തരുന്നുണ്ടല്ലേ. അപ്പോൾ ഫ്രീ രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുമ്പം നമുക്ക് കിട്ടുന്ന 2 TVയും വർക്കിംഗ് ഇൻകംനകത്തിലാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒഫീഷ്യൽ പ്രോഗ്രാംസൊക്കെ എടുക്കുമ്പം നമുക്ക് കിട്ടുന്ന TV, അതായത് MC മാസ്റ്റർ ഓഫ് സെറിമണി ചെയ്യുമ്പം, ഓറിയൻറ്റേഷൻ ചെയ്യുമ്പം, ട്രെയിനിങ്സ് എടുക്കുമ്പം, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു TV ഉണ്ട്. ആ TVയും നമുക്ക് വർക്കിംഗ് ഇൻകംനകത്തിലാണ് ഉൾപ്പെടുന്നത്. ഇപ്പോൾ ഈ വർക്കിംഗ് ഇൻകംനകത്തിൽ നമുക്ക് മന്ത്ലി ആണ് കിട്ടുന്നത്. അതായത് നമ്മൾ ഈ കറണ്ട് മന്ത് വർക്ക് ചെയ്തത് നെക്സ്റ്റ് മന്ത് അവസാനത്തോടാണ് നമുക്ക് അതിൻ്റെ പേ ഔട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ, നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും അക്കൗണ്ട്സും ഒക്കെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മന്തിലാണ് നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പം പറഞ്ഞു സ്റ്റാർട്ടപ്പ് TV. നമുക്കിവിടെ സ്റ്റാർട്ടപ്പ് TVയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാർട്ടപ്പ് TV? അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പം കിട്ടുന്ന ഇൻകംസ് ഒരു ക്രൈറ്റീരിയ അല്ലാതാണ് നമുക്ക് ഇൻകംസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് സ്റ്റാർട്ടപ്പ് TV. ഇനി നമുക്ക് സപ്പോർട്ട് TV വരും. സപ്പോർട്ട് TV എന്താണ്? അത് ഫ്യൂച്ചറിൽ നമുക്ക് ഒരു ക്രൈറ്റീരിയ വെക്കുന്ന പോലെ വെച്ചിട്ട് നമുക്ക് ആഴ്ചയിൽ 100 TVയുടെ വർക്ക് ചെയ്യണം എന്നുള്ള ക്രൈറ്റീരിയ വരും. സ്റ്റാർട്ടിങ് 100 TV തൊട്ടായിരിക്കും. അതായത് നമുക്ക് വർക്കുകളൊക്കെ നല്ല രീതിയിൽ കാണും, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒത്തിരി വർക്കുകളൊക്കെ കാണും, TVs നമുക്ക് ഇത്രയും കിട്ടുന്നതായിട്ടുള്ള വർക്കുകൾ കാണും. അതായത് ആഴ്ചയിൽ 100 രൂപ ഉണ്ടാക്കുക എന്നുള്ളത് വലിയ ഡിഫിക്കൽട്ടായിട്ടില്ലാത്ത സമയത്തായിരിക്കും നമുക്ക് ഇങ്ങനത്തെ സപ്പോർട്ട് TV എന്നുള്ള TV സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സപ്പോർട്ട് TV സിസ്റ്റം. നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതാണ് സപ്പോർട്ട് TV സിസ്റ്റം. ഇനി TV എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് TV എന്ന് പറഞ്ഞാൽ ടാസ്ക് വോളിയം എന്നാണ് നമ്മൾ TV എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു TV എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? 1 രൂപയാണ്. നമുക്കിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുമ്പം പോയിൻറ്റ്സ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ആവുന്നത് അല്ലേ. അതായത് 5 points, 10 points, 15 points എന്നൊക്കെ പറഞ്ഞ് പോയിൻറ്റ്സ് ആയിട്ടാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ആവുന്നത്. അപ്പം നമുക്കിവിടെ 100 points ആകുമ്പോഴാണ് നമുക്ക് 1 TV എന്ന് പറഞ്ഞ് വരുന്നത്. അതായത് 1 TV എന്ന് പറഞ്ഞാൽ 1 റുപ്പിയാണ്. ഇനി നമുക്കിവിടെ സ്പോൺസറും ഉണ്ട്, പേരൻറ്റും ഉണ്ട്. അപ്പോൾ ആരാണ് സ്പോൺസർ, ആരാണ് പേരൻറ്റ്? സ്പോൺസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇൻവൈറ്റ് ലിങ്ക് ത്രൂ ആണ് വന്നത്, ആ ആൾ നമ്മുടെ സ്പോൺസറാണ്. അതായത് ഞാനിപ്പോൾ 5 പേരെ ഇൻവൈറ്റ് ചെയ്ത് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ റെഫറൽ ലിങ്ക് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ആളുടെ സ്പോൺസറാണ്. ഇനിയും പേരൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യ ഗ്രിഡിലാണോ നമ്മൾ പ്ലേസ്ഡ് ആയിട്ടിരിക്കുന്നത്. അതായത് നമുക്ക് ഗ്രിഡ് ഉണ്ടല്ലേ, ഒരാൾക്ക് 5 പേരെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഗ്രിഡിൽ. എല്ലാവർക്കും 5 ഗ്രിഡ് വെച്ചുണ്ട്. അപ്പോൾ നമ്മൾ ആരുടെ ഗ്രിഡിലാണോ നമ്മൾ പ്ലേസ്ഡ് ആയിരിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ 5 പേര് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ 6ാമത്തെ ആൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ആ 5 പേരുടെ ആരുടെയെങ്കിലും മുകളിലായിരിക്കും എനിക്ക് പ്ലേസ് ചെയ്യേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ആരുടെ ഗ്രിഡിലാണോ നമ്മൾ പ്ലേസ്ഡ് ആയിരിക്കുന്നത് ആ ആളാണ് നമ്മുടെ പേരൻറ്റ്. ചില സമയത്ത് നമ്മുടെ പേരൻറ്റും നമ്മുടെ സ്പോൺസറും 2 പേരും ഒരാളായിട്ട് വരാനുള്ള സാധ്യതയും നമുക്കുണ്ട്. സെക്കൻഡ് ഇൻകമാണ് റെഫറൽ ഇൻകം. റെഫറൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റെഫറൽ ഇൻകം നമുക്ക് കിട്ടുന്ന 2 രീതിയിലാണ്. ഒന്ന് നമുക്ക് സ്റ്റാർട്ടപ്പ് TV ആയിട്ടും കിട്ടുന്നുണ്ട്, പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് സപ്പോർട്ട് TV സിസ്റ്റമൊക്കെ വരുന്ന സമയത്ത് സപ്പോർട്ട് TVയുടെ ആയിട്ടുള്ളതും നമുക്ക് റെഫറൽ ഇൻകം കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് സപ്പോർട്ട് TV ഇപ്പം കിട്ടുന്ന ഇൻകം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരാളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നു, ആ ആൾ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്തു, ആ ആൾ ടെസ്റ്റിൽ എഴുതുന്നതിന് മുമ്പ് വർക്കിലൊക്കെ നോക്കി, വർക്കിലൊക്കെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയുവാണ് എനിക്ക് ടെസ്റ്റ് എഴുതണം, DSAT എന്നുള്ള ടെസ്റ്റ് എഴുതണം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർ ടെസ്റ്റ് എഴുതും. ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കമ്പനി എന്താ ചെയ്യുന്നത്? ആ ആൾ ടെസ്റ്റ് എഴുതി പാസ്സായി കഴിയുമ്പോൾ നമുക്കൊരു TV കിട്ടുന്നുണ്ട്. എത്ര TV ആണ്? 100 TV ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരാൾ ടെസ്റ്റ് എഴുതി വന്നു കഴിഞ്ഞാൽ ആ സ്പോൺസറിന് 100 TV നമുക്ക് നമ്മളായിട്ട് ആളിനെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് 100 TV എന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റായിട്ട് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് റെഫറൽ ഇൻകം. ഇനിയും ഈ ഇപ്പം കിട്ടുന്ന ഈ TV മാത്രമേ ഉള്ളൂ റെഫറൽ ഇൻകമിൽ?
അല്ല, നമുക്ക് ഫ്യൂച്ചറിലും ആ ആളിനെ കൊണ്ട് നമുക്ക് റെഫറൽ ഇൻകം കിട്ടും. അത് എങ്ങനെയാണ്? സപ്പോർട്ട് ടി വി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 ടി വി വെച്ചായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 100 ടി വി വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ 100 ടി വി ഞാനും ചെയ്യണം, ആ ആളും ചെയ്യണം, നമ്മൾ കൊണ്ടുവന്ന ആൾക്കാർ അവരും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പം അവരുടെ 10% നമുക്ക് റെഫറൽ ഇൻകമായിട്ട് ആ വീക്കിൽ കിട്ടും. ആദ്യമേ നമുക്ക് 100 റുപ്പീസിൻ്റെ ആയിരിക്കും, 100 ടി വി ഡി ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് 200 ടി വി ഡി വരും, 200 വരും, പിന്നെ 400, പിന്നെ 800. ആഴ്ചയിൽ 200 ചെയ്യണം, ആഴ്ചയിൽ 400 ചെയ്യണം, ആഴ്ചയിൽ 800 ടി വി ചെയ്യണം എന്നുള്ളത് ക്രൈറ്റീരിയ വരും. അപ്പോൾ എല്ലാത്തിൻ്റെയും 10% ആയിട്ട്. അപ്പോൾ 200 ആണെങ്കിൽ 20%, 20% അല്ല 20 റുപ്പീസ്, ആ ആളുടെ 20 റുപ്പീസ് നമുക്ക് റെഫറൽ ഇൻകമായിട്ട് കിട്ടും. ഇതാണ് നമുക്ക് റെഫറൽ ഇൻകമായിട്ട് കിട്ടുന്നത്. ഇനിയിപ്പോൾ സ്പെഷ്യൽ ക്രൈറ്റീരിയ പ്രകാരം തമിഴ്നാട് ഓഫറായിട്ട് നമുക്ക് സ്പെഷ്യൽ ഓഫർ പ്രകാരം നമുക്കിപ്പോൾ നടക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ രജിസ്ട്രേഷൻ ആണെങ്കിൽ, അതായത് ആൾ ID പ്രൂഫ് കൊടുക്കുന്നത് തമിഴ്നാട്ടിലെ പ്രൂഫാണെങ്കിൽ നമുക്ക് റെഫറൽ ഇൻകമായിട്ട് ആ ടെസ്റ്റ് എഴുതി വരുമ്പോൾ നമുക്ക് 100 ടി വി കിട്ടുന്നുണ്ട്. അതല്ലാതെ അവരുടെ പ്രൂഫിൻ്റെ വെരിഫിക്കേഷൻ നടന്നു കഴിയുമ്പം നമുക്കൊരു 25 ടി വിയും കൂടെ നമുക്ക് എക്സ്ട്രാ തരുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ 125 എന്നുള്ള ടി വി നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് സ്പെഷ്യൽ ഓഫറായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എത്ര നാളത്തേക്കിന് കാണും എന്നുള്ളത് നമുക്കറിയില്ല. ഇത് സ്പെഷ്യൽ ഓഫറാണ്. അപ്പോൾ ഓരോരോ ഓഫറൊക്കെ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് വെരിഫിക്കേഷൻ നടന്ന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് 25 ടി വി എക്സ്ട്രാ കിട്ടുന്നത്. ഇതാണ് നമുക്ക് ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫറായിട്ടും ഉള്ളത്.